റിപ്പോർട്ടിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. സമുദ്രോൽപ്പന്ന കയറ്റുമതി ഫാക്ടറിയിലെ മലിനജലം കടലിലേക്ക് ഒഴുക്കി വിടുന്നു. അതൊരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുവനന്തപുരം പുത്തൻതോപ്പിൽ ഇത്തരത്തിൽ ജലം ഒഴുക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. മണ്ണിനടിയിലൂടെ വലിയ പൈപ്പിട്ടാണ് മലിനജലം കടലിലെത്തിക്കുന്നത്. സീബോയ് ഫിഷറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫാക്ടറിയിൽ നിന്നാണ് ഇത്തരത്തിൽ മലിനജലം ഒഴുക്കുന്നത്. ഇതിനൊപ്പം കടലിൽ നിന്ന് ഫാക്ടറിയിലേക്ക് അനധികൃതമായ വെള്ളം എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കും പോകണം. റഹീസ് റഷീദാണ് വിവരങ്ങളുമായി ചേരുന്നത്. റഹീസ്, ഗുരുതര സാഹചര്യം എന്ന് തന്നെ പറയണം. എന്താണ് റഹീസിന് അവിടെ നിന്ന് കണ്ടെത്താനാകുന്നത്? രാവെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ കടലാക്രമണമെന്നോ വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും ഈ വേസ്റ്റ് വെള്ളം ഇങ്ങനെ കടലിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. തൊട്ട് സമീപത്ത് ഒരു സമുദ്ര ഉൽപാദന കേന്ദ്രമുണ്ട്. അവിടെ കയറ്റുമതി ചെയ്യുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ ഈ കാണുന്ന പൈപ്പിലൂടെ, വലിയൊരു PVC പൈപ്പാണ്. ഈ പൈപ്പ് അവരുടെ ഫാക്ടറിയിൽ നിന്ന് കടലിലേക്ക് ഇട്ടിരിക്കുന്നു. ഇവിടം വരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കി മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. കാണുന്നുണ്ടോ? ഈ തരത്തിൽ മണ്ണിനടിയിൽ കുഴിച്ച് ആ ഫാക്ടറി വരെ ഇട്ടിരിക്കുന്ന ഒരവസ്ഥ. സമീപത്ത് ഇതിൻ്റെ ദുരിതത്തിന് ഇരയാകുന്ന കുറേ ആളുകളുണ്ട്. ഇത് നിങ്ങൾ മുമ്പ് പരാതി കൊടുത്തിട്ട് മാറ്റിയതാണോ ഇത്? അതെ, മാറ്റിയത് 2023 തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷിൻ്റെ ഓഫീസിൽ നിന്ന് വന്ന് ആൾ വന്ന് ഇതെടുത്ത് മാറ്റുകയും കമ്പനിക്ക് ഫൈൻ അടിക്കുകയും അതിനുശേഷവും വീണ്ടും ഇവർ മറ്റെന്തൊക്കെയോ സ്വാധീനം നടത്തി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് 2024 ഒരു അനുമതി എടുത്തിട്ട് ഇതിനകത്തൂടെ മലിനജലം വരെ വരുന്നുണ്ട് എന്നാണോ? മലിനജലം മാത്രമല്ല, കക്കൂസ് മാലിന്യം വരെ ഇതിനകത്തൂടെ ഒഴുകുന്നുണ്ട്. ഈ 250-ലധികം അന്തേവാസികൾ ഈ കമ്പനിയിലുണ്ട്. അത് നമ്മൾ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഗൂണ്ട ആക്രമണം 2004 ഒക്ടോബർ 3 അതിക്രൂരമായി വെട്ടേറ്റ മനുഷ്യനാണ്. അതിൻ്റെ ഫലമായി ഇന്ന് വികലാംഗ ക്ഷേമ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന 1600 രൂപ വാങ്ങുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറ്റപ്പെട്ടു. മുമ്പ് ഇത് നിങ്ങൾ പരാതി കൊടുത്തപ്പോൾ എടുത്തു മാറ്റി, അവർക്ക് ഫൈൻ ഈടാക്കി, പിന്നീട് അവർ കൊണ്ട് സ്ഥാപിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വീണ്ടും സ്ഥാപിച്ചു. അതിൻ്റെ ഫലമാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം. ഇവിടെ 7 മണി കഴിഞ്ഞിരുന്നാൽ കക്കൂസ് മാലിന്യം, അമോണിയ പോലുള്ള ദ്രാവകങ്ങളാണ് ഒഴുകുന്നത്. ആവശ്യം കഴിയുന്ന വെള്ളം, വേസ്റ്റ് വെള്ളം കടലിലേക്ക് ഒഴുക്കി വിടുന്ന ഈ ഫാക്ടറി ഉടമകൾ അവർക്ക് ആവശ്യമായ വെള്ളമെടുക്കുന്നതും കടലിൽ നിന്ന് തന്നെയാണ്. ഇവിടെ പച്ച കളറിൽ ഒരു പൈപ്പുണ്ട്. ഈ കാണുന്ന പൈപ്പിലൂടെ വെള്ളം എടുത്തിട്ട് അത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതും മണ്ണിനടിയിലൂടെയാണ്. ആവശ്യമുള്ള വെള്ളം ഇങ്ങനെ അനധികൃതമായി കടലിൽ നിന്ന് ഫാക്ടറിയിലേക്ക് എടുക്കുകയും ആവശ്യം കഴിഞ്ഞ വെള്ളം കടലിലേക്ക് തന്നെ തിരികെ ഒഴുക്കി വിടുകയാണ് ചെയ്യുക. പരാതി പറയുന്ന നാട്ടുകാരെ പലതരത്തിൽ ഗുണ്ട വിളയാട്ടം, അവരെ പേടിപ്പിക്കുന്നു, അവരെ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള പ്രശ്നങ്ങളുമുണ്ട്. പലതരത്തിലുള്ള പരാതി കൊടുത്തു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും കിട്ടുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. എത്ര ഗുരുതരമായ ഒരു പ്രശ്നമാണ് റഹീസ് ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ എത്തി പരിശോധിച്ച് നടപടിയെടുത്തതാണ്. ഇത് നീക്കം ചെയ്യാൻ കമ്പനിക്ക് നോട്ടീസ് നൽകിയതുമാണ്. അന്ന് അത് പ്രാവർത്തികമാക്കി. പക്ഷേ ഇപ്പോഴിതാ വീണ്ടും ഇത്തരത്തിൽ നിയമലംഘനം നടക്കുകയാണ്, അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. വീണ്ടും ഒരിടപെടൽ നമ്മൾ ഈ റിപ്പോർട്ടിലൂടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഏലൂരിലെ മാലിന്യ പ്രശ്നമൊക്കെ കണ്ടു. സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും മറ്റൊരു തരത്തിൽ ഇത്തരത്തിൽ മലിനജലം ഒഴുക്കിവിടുന്ന ഗുരുതരമായ പ്രശ്നം, ഇതൊരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.